എളുപ്പത്തിലൊരു സാമ്പാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വഴുതന എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ചോരപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ്, കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഒരു മൂടി വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പരിപ്പെല്ലാം കുക്കർ വിസിലിൻ്റെ അടുത്ത് അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അവിടെ അടിഞ്ഞു കൂടിയാൽ പിന്നെ വിസിൽ വരില്ല, പിന്നെ കുക്കർ പൊട്ടിത്തെറിക്കും. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. മൂടി വെച്ചിട്ട് 3 വിസിൽ വരുത്തിക്കുക. നല്ല കുറുകിയ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വെച്ചിരുന്നാൽ കുറച്ചുകൂടി കുറുകി കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക വറുത്തിടാം. കണ്ടില്ലേ, നമ്മുടെ കടുകെല്ലാം പൊട്ടുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത വെണ്ടയ്ക്ക പറിച്ചതാട്ടാ. ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി. നമ്മുടെ പൊടിയൊന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് സാമ്പാർ വെച്ച് കൊടുക്കാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡലിക്ക് ദോശയ്ക്കെല്ലാം കൂട്ടാൻ പറ്റിയ അടിപൊളിയൊരു കുറുകിയ സാമ്പാർ. മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ സാമ്പാർ കാണുമ്പോൾ എനിക്ക് നമ്മൾ കോഫി ഹൗസ് ഓർമ്മ വരുക. കാരണം എനിക്ക് ഇഡലിയും വടയെല്ലാം തിന്നാൻ തോന്നുന്ന സമയത്ത് ഞാൻ കോഫി ഹൗസിലാണ് കേട്ടോ പോക്ക്. നല്ല ചൂടുള്ള വടയും നല്ല കുറുകിയ സാമ്പാറും നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമ്മളെ കറിയും ഒന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഫീഡ്ബാക്ക് ഇടണം. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റെല്ലാം ഇട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.